തുടക്കത്തിലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈ പുള്ളി ആ ഒരു സിനിമയിൽ അധികം വിളിച്ചിട്ട് നല്ലൊരു കഥാപാത്രമൊക്കെ ഒരു പോലീസല്ല ഒരു പട്ടാളക്കാരനായിട്ട്. പക്ഷെ അത് പിന്നെ എനിക്ക് പകരം വേറൊരു നടൻ ചെയ്തു. അത് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് അറിയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ചെറിയൊരു വിഷമം ഉണ്ടാവും. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സിനിമയില്ലെങ്കിൽ സീരിയലിലേക്ക് പോകും, സീരിയലിലേക്ക് സിനിമ, അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അച്ഛൻ നല്ല അഭിപ്രായമാണ്, നല്ല പേഴ്സണാലിറ്റി, നല്ല ശബ്ദം, സിനിമയ്ക്ക് പറ്റിയ ആളാണെന്ന് അറിയാം. കാണാൻ പ്ലാനുണ്ട്. നമുക്ക് എന്തെങ്കിലും അതിനൊരു അവസരം നമുക്ക് ഒത്തുവരും തോന്നുന്നു. പുള്ളി പറയും ഞാൻ ഇങ്ങനെയൊക്കെ ഇടും. അപ്പോൾ പറയണം മസ്ക എന്ന് പറയില്ലേ, അതൊക്കെ ഓട്ടോമാറ്റിക് വരുന്ന അണ്ടി മുതലാളി. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പൊ ചെയ്യുന്ന സീരിയല് കാരണം ചെയ്യാൻ പറ്റാണ്ട് പോയ ഒരു വലിയ സിനിമ? അല്ല, വലിയ സിനിമ അങ്ങനെയല്ല, ചെറിയ സിനിമകളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ ആ ഒരു സെറ്റപ്പിലേക്ക് പോകും. ഓൾറെഡി നമ്മൾ നേരത്തെ ഡേറ്റ് പറഞ്ഞ് അങ്ങനെ, പ്രത്യേകിച്ച് അവരുടെ സിനിമകളിൽ നമ്മൾ ഒന്നും കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ അവർ തന്നെ പ്രശ്നം വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് പോയി. ഇപ്പോൾ എല്ലാ റോളുകളും ചെയ്യുന്നു പറഞ്ഞല്ലോ, അപ്പം ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് വിളിച്ച് ചെല്ലുന്നു, അല്ലെങ്കിൽ വിളിച്ചല്ല, ഞാൻ കേട്ടിട്ടുണ്ട് പല നടന്മാരും കൂടുതലും ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാണ്. ബാഗ് വരെ പാക്ക് ചെയ്ത് നിന്ന് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വണ്ടി വരില്ല, അന്നേരം കൺട്രോളർ വിളിക്കും, അയ്യോ അത് മറ്റൊരു നടൻ ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പെയിൻ ഉണ്ടാവും? അല്ല, എനിക്ക് പറ്റിയിട്ടുണ്ട്. മരിച്ചുപോയ രാജൻ ശങ്കരാടിയുടെ ഒരു സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടറായിരുന്നു, അത് മിസ്സായിപ്പോയി. അതെന്താണെന്ന് ഞാൻ അന്വേഷിക്കാനും പോയില്ല. അദ്ദേഹം ഒരുപാട് പടം ചെയ്തിട്ടില്ലല്ലോ രാജശങ്കരാടി, കുറേ 3-4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപ് നായകനായിട്ടുള്ള മീനത്തി താലിയായിട്ട് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ അത് പറയുന്നത് ശരിയല്ല, അധികം മരിച്ചുപോയി. അപ്പോൾ ആ ഒരു സിനിമയിൽ അധികം വിളിച്ചിട്ട് നല്ലൊരു കഥാപാത്രമൊക്കെ ഒരു പോലീസല്ല ഒരു പട്ടാളക്കാരനായിട്ട്, നായികയുടെ ചേട്ടൻ. പക്ഷെ അത് പിന്നെ എനിക്ക് പകരം വേറൊരു നടൻ ചെയ്തു. അത് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് അറിയുന്നത്. അപ്പോൾ രാജശങ്കരാടിനോട് പറഞ്ഞു, ചേട്ടാ വേറെ പടങ്ങൾ വന്നാൽ പോയി ചെയ്യണം, ഇതിൽ അത് തെന്നിപ്പോയി എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ചെറിയൊരു വിഷമം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അത് ഇല്ല, അത് ശീലമായി. എക്സ്പീരിയൻസ്. പിന്നെ ഇത് നമുക്കത് ഒന്നും പ്രതീക്ഷിക്കേണ്ട, അത് അഭിനയം കഴിഞ്ഞിട്ട് പടം ഇറങ്ങുമ്പോൾ അറിയാം. ആ സിനിമ മറ്റേ പ്രേംകുമാറിന്റെ സിനിമയായിരുന്നു. അതെ, പെരിഞ്ഞിപ്പോൾ കഴിഞ്ഞു പോയി. നല്ല ഡയറക്ടറാണ്, രാജശങ്കരാടി. അദ്ദേഹത്തിന്റെ മകളിപ്പോ സിനിമയില് ഉണ്ട്. ഞങ്ങൾ നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു. ഞാൻ എവിടെയാണ് ന്യൂസിൽ ജോഷി സാറിന്റെ കൂടെ കുറെ പടങ്ങൾ അസോസിയേറ്റ് ആയി. സിനിമകളില് തലയും കാണിച്ചിട്ടുണ്ട്. ബാലേന്ദ്രമേനോന്റെ കൂടെ വന്ന് അങ്ങനെ. ഈ ജാഗ്രതയ്ക്കകത്ത് അദ്ദേഹം ഇല്ല, അതിലില്ല. കെ മധുച്ചേന്റെ കൂടെ, ബാലചന്ദ്രമേനോന്റെ കൂടെ. ഇപ്പോ ഈ സിനിമ ഇത്രയും വർഷമായി, ഏതൊരു നടനാണെങ്കിലും അല്ലെങ്കിൽ നടിയാണെങ്കിലും സിനിമയുടെ മറ്റേതെങ്കിലും ഒരു മേഖലയിലേക്ക് ഒരു കാൽവെപ്പ് ട്രൈ ചെയ്യും. ഇപ്പൊ നിർമ്മാണം, സംവിധാനം, അങ്ങനെ നമ്മൾ ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാനൊരു പിന്നെ നമ്മുടെ ഈ സീരിയലിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ AP ഷിബു എന്ന് പറയും, മരിച്ചു ഇപ്പം അടുത്ത്. അദ്ദേഹവും ഞാനും കൂടി ഒരു സീരിയൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടി, ഇപ്പോഴല്ല കുറേ കാലം മുമ്പ്. അപ്പോൾ അന്ന് പക്ഷെ അതെനിക്ക് തുടക്കത്തിലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈ പുള്ളി. അപ്പോൾ പിന്നെ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു, പ്രൊഡക്ഷൻ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അന്നത്തെ കാലത്ത് നല്ല പൈസ പോയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് തുടക്കം തന്നെ പാളിപ്പോയി. അപ്പോൾ പിന്നെ കാരണം അദ്ദേഹവും ഇതിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളായിട്ട് പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇല്ല, അതൊന്നും ഇല്ല. കഥ എഴുതണമെങ്കിൽ പ്രത്യേക കഴിവ് വേണം, ഡയറക്ഷന് വേറെ കഴിവ്, എഡിറ്റർക്ക് വേറെ. ഈ സിനിമ ഇല്ലെങ്കിൽ സീരിയൽ ഇല്ലാത്തപ്പോ സിനിമ എന്നുള്ള ഒരു മാസം എപ്പോഴും 30 ദിവസം ബിസി ആയിട്ട് തന്നെ പോകുന്ന? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസമൊക്കെ ഒരു സീരിയലിൽ പ്രധാന കഥാപാത്രം അവർ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. അല്ലെങ്കിൽ പിന്നെ അത്രയും സീരിയൽസ് ചെയ്യണം. ഇല്ല, ഞാൻ ഒരെണ്ണം മാത്രമേ ചെയ്യൂ. അല്ല, ഇതാണ് പ്രശ്നം. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ 30 ദിവസം, അപ്പോൾ 2 സീരിയൽ എന്ന് പറയുമ്പോൾ 30 ദിവസമെങ്കിലും
മാറിപ്പോകും. അത് യാന്ത്രികമായി പോവും. അപ്പൊ ഈ ഒരു ഇപ്പൊ സിനിമ ഇല്ലാതിരിക്കുന്ന ഒരു ഫ്രീ സമയത്ത് എന്തായിരിക്കും ചേട്ടൻ ചെയ്യുന്നത്? അല്ല, ഒന്നാമത് പിന്നെ നമ്മൾ പിന്നെ പല വായിക്കും, കുറേ ഇതൊക്കെ ചെറുകഥകളും നോവലുകളൊക്കെ വായിക്കാറുണ്ട്. പിന്നെ ഈ സിനിമകൾ കാണുക. OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാം നല്ല നല്ല പുതിയ പടങ്ങളാണ് വരുന്നത്. അത് കഴിയുന്ന ഒരു ദിവസം ഒരു പടയും കാണും. ഏതായാലും അത് ചെറിയ പടങ്ങളായിരിക്കാം, വലിയ പടമായിരിക്കാം, അത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ബിസിനസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കി. മഞ്ചേരിയിലുണ്ടായിരുന്നു ഒരു ഫോട്ടോ സ്റ്റുഡിയോ പോലത്തെ ഒരു കടയൊക്കെ അതൊക്കെ പോയി. അതിൻ്റെ ഒക്കെ ട്രെൻഡ് പോയി. മഞ്ചേരിയുടെ ഓർമ്മകൾ എന്താണ്? ഇങ്ങോട്ട് പറിച്ചെടുത്തത് 30 വർഷത്തിന് മുകളിൽ. മഞ്ചേരിയിൽ ഞാൻ അവിടെ പഠിച്ച് പിന്നെ അവിടുത്തെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് എൻ്റെ കൂട്ടുകാരെ കൂടി പിടിച്ച് കയറ്റിയതാണ്, ഒരു ഡോക്ടറായിട്ട്. ജ്വലനം എന്ന് പറഞ്ഞിട്ടൊരു CL ജോസിൻ്റെ ഒരു ഡ്രാമയുണ്ട്. അത് ഈ ഞങ്ങളൊക്കെ കൂടി കളിച്ചു. അപ്പോൾ അത് കണ്ടവരൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, നീ ചെയ്തു കിട്ടുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 2 ദിവസം റിഹേഴ്സലും ഉള്ളൂ. ഈ നാടകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 10-15 ദിവസം ഇത് ശരിക്കും പഠിക്കണം. പക്ഷേ ആ 2 ദിവസം കൊണ്ട് നമ്മളത് ഏകദേശമൊക്കെ റെഡിയാക്കി. പിന്നെ അന്ന് പ്രോംപ്റ്റിംഗ് ഉണ്ട്. ഈ പുറകിലിരുന്നിട്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു തരും. മൈക്ക് ഇങ്ങനെ മുകളിലല്ലേ, പണ്ടത്തെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പം ഇത് പുറകിലാണ്. അപ്പം കേൾക്കുള്ളൂ. അപ്പം ഇവിടുന്ന് നമ്മൾ പുറകിൽ നിന്ന് പറഞ്ഞു തരും. അത് കറക്റ്റായിട്ട് നമ്മളത്. പിന്നെ നാടകത്തിന് ഈ കുറച്ച് സ്ലോ മോഷനാണല്ലോ, സിനിമ പോലെയല്ലോ. കേട്ടെടുത്താലും ആ മൂളലൊക്കെ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സിനിമയ്ക്ക് പറ്റില്ലോ. അതാണ്. ഈ മമ്മൂക്കയുടെ ഒരു കൈ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരു പക്ഷേ ഇത്രത്തോളം ഈസി ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ കാലത്ത് നല്ല സംവിധായകരുടെ ചിത്രങ്ങളിലാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ അത് പുള്ളിയുടെ കഴിവ് തന്നെയാണ്. കഴിവെന്ന് വെച്ചാൽ പുള്ളിയുടെ നല്ല മനസ്സ്, അതാണ്. ഈ മമ്മൂക്ക സിനിമയിൽ തിരക്കാവണതിന് മുന്നെയാണ് പ്രാക്ടീസ് ഒക്കെ. അതെ അതെ അതെ. ആ സമയത്ത് ഒരു മമ്മൂക്കയുടെ പരിചയവും അതൊക്കെ എങ്ങനെയാണ് ഓർമ്മ? ആ സമയത്തുള്ള പുള്ളി അന്ന് ചെറിയ ചെറിയ പടങ്ങൾ, ചെറിയ വേഷങ്ങളല്ല, ഈ അഹിംസ, അതുപോലെ ആ കാലത്തെ ശശിയേട്ടൻ്റെ പടങ്ങളിലൊക്കെ ഇങ്ങനെ പുള്ളി അങ്ങനെ തൃഷ്ണ നായകനായി അഭിനയിച്ചപ്പോഴാണ് പിന്നെ അങ്ങനെ അത് കയറി സൂപ്പർ ഹിറ്റായിരുന്നു ആ പടം. MT സാറിൻ്റെ സബ്ജക്റ്റ്. അതിന് മുന്നേ വരെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, അതിനൊക്കെ മുമ്പ് പോയി. കാരണം വേഷങ്ങൾ കിട്ടിയല്ലോ, വിൽക്കാണ്ട് സ്വപ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ സിനിമകളൊക്കെ അങ്ങനെ വന്നു. ഈ ശശിയേട്ടൻ, അങ്ങനെ സാജൻ, അങ്ങനെ കുറേ പടങ്ങൾ, ഈ സ്ഫോടനം. അപ്പോൾ പിന്നെ പടങ്ങൾ വന്നപ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഈ മമ്മൂക്കയുടെ ഒരു പഴയ ഇൻട്രസ്റ്റ് ഒക്കെ ഇപ്പം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര സിനിമയുണ്ട് പുള്ളിക്ക് കിട്ടുന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വീട്ടിൽ വന്നത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനൊരു പയ്യനുണ്ട്. അച്ഛൻ നല്ല അഭിപ്രായമാണ്. കാരണം നല്ല പേഴ്സണാലിറ്റി, നല്ല ശബ്ദം. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പറ്റിയ ആളാണെന്ന് അറിയാം. നല്ല ഹൈറ്റും നല്ല ശബ്ദവും. അന്ന് ചേട്ടനെ പരിചയമുണ്ടായിരുന്നു സിനിമയിൽ? ഇല്ല, എൻ്റെ ഫാദറാണ് എന്നെ പരിചയപ്പെടുത്തിയിരുന്നത് സിനിമയിൽ വന്നതിന് ശേഷം. ഇനി മമ്മൂക്കെ കാണാൻ പോയൊരു പ്ലാൻ ഉണ്ടോ? അതേ യാദൃശ്യമായിട്ട് എപ്പോഴും കണ്ടാൽ കണ്ടു? അല്ല, എന്താണ് കാണാൻ പ്ലാൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അതിനൊരു അവസരം നമുക്ക് ഒത്തുവരും തോന്നുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയി കാണും. നമുക്ക് ചേട്ടനെ പറ്റി പറയാൻ പെട്ടെന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി മഷം തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്റെ മനസ്സിലേക്ക് ഓടിയ സിനിമകളൊക്കെ ഓർമ്മ തന്നെ. പിന്നെ ഓഫ് കോഴ്സ് ഉണ്ട് 20 നൂറ്റാണ്ടുണ്ട്, സേതു, മന്ത്രിയായിട്ട്, പിന്നെ ജാഗ്രതയൊക്കെ ഉണ്ട്. ഈ മാട്ടുപ്പെട്ടി എനിക്കൊരു അവരുടെ ഉദയൻ CB അവരുടെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പാറ്റേൺ തന്നെ നോക്കിയാൽ അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്ത് മൊത്തത്തിൽ ഭയങ്കര രസകരമായിരിക്കും. ഭയങ്കര സ്പീഡും ആയിരിക്കും. ചെറിയ ആൾമാറാട്ടം വരും. അതെ, അതൊക്കെ ഉണ്ടാവും. കരടി എല്ലാ പരിപാടിയിലും ഉണ്ടാവും. പിന്നെ മറ്റേ ഹിറ്റ്ലർ ബ്രദേഴ്സ്, ഈ അമ്മാമ്മ കഥ, നല്ല കഥയാണ്. ഇപ്പൊ ഈ അവരുടെ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി നോക്കി കഴിയുമ്പോൾ ഇപ്പൊ മാട്ടുപ്പെട്ടി മച്ചാനാണല്ലോ, ഓഫ് കോഴ്സ് ഈ ലൊക്കേഷനിൽ വന്നിട്ടാണോ ഇവര് ഡയലോഗ്സ് ഒക്കെ എഴുതി? നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുന്ന സീൻ? അല്ല, അത് അവർ ഓൾറെഡി ഇവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഈ സീൻസ് ഇങ്ങനെ പോകണം എന്നൊക്കെ. അത് നമ്മളോടൊക്കെ പറഞ്ഞു തരും. ഈ CB ഉദയനൊക്കെ മാറി ഇതാണ് കഥാപാത്രം, ഇതാണ് എൻ്റെ, ബാക്കി എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടാലും അവർക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അതിലേക്ക് ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതിൽ പിന്നെ ഞാനും കുറേ കാലമായി, ഒരു അണ്ണാച്ചി പോലത്തെ ഒരു ക്യാരക്ടറാണ്. മാട്ടുപ്പെട്ടി രാജപ്പൻ. ചെങ്കൽശ്ശേരി ചന്ദ്രൻ, സോണിയുടെ ചേട്ടൻ. അത് സോണിയുടെ ചേട്ടൻ, ചെന്താമരയുടെ ചേട്ടൻ. അപ്പൊ അത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വന്നല്ല. അല്ല, നമ്മൾ ലൊക്കേഷനിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ക്യാരക്ടർ ഏകദേശം നമുക്ക് അറിയും.
ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇനി കയ്യിൽ നിന്ന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അവർ പറയും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അത് ഇതിൽ കറക്റ്റ് ആയിരിക്കണം, സിങ്ക് ആയിരിക്കണം, അല്ല വേറെ ഒന്നും അവർക്ക് അതിന്. പക്ഷെ അത് പടം നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോഴല്ലേ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ്. ക്യാപ്റ്റൻ്റെ വീട്ടിൽ പോയിട്ട് ലോറിയിൽ പോയിട്ട് ഇറങ്ങി. അതുപോലെ ഈ ജാഗ്രതയിലെ ഈ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷനില് ചേട്ടന്റെ മുഖത്ത് അറിയാതെയാണല്ലോ ഒരു ചിരി ചിലപ്പോ നമുക്ക് ഫീൽ ചെയ്തു. ചിലപ്പോ അദ്ദേഹത്തിനോടുള്ള കോമ്പിനേഷനിൽ ചിരിച്ചു പോയത് ചിരിക്കും. പുള്ളി കയ്യിൽ നിന്നിടും. ഇപ്പോൾ സ്ക്രിപ്റ്റിലുള്ള പോലെ അല്ല പുള്ളി പറയുന്നത്. നമുക്കറിയാം പേടിയുണ്ടെങ്കിൽ ഉള്ളിൽ നമുക്ക് ചിരിക്കാൻ ചില സമയത്ത് കിട്ടും. കാരണം അദ്ദേഹം പറയും അനിയ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കൗണ്ടർ അടിക്കണം, അല്ലെങ്കിൽ കുളായി പോകും. അപ്പം ഒരു സിങ്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പുള്ളി പറയും ഞാൻ ഇങ്ങനെയൊക്കെ ഇടും. അപ്പോൾ പറയണം മസ്ക 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 എന്ന് പറയില്ലേ, അതൊക്കെ ഓട്ടോമാറ്റിക് വരുന്നതാണ്, കൈ നിടുന്നതാണ്. അല്ല അതിൽ സീനിലൊന്നും ഒന്നുണ്ടാവും. ഏകദേശം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതാ പുള്ളി അപ്പോൾ കൈ നിടുന്നതൊക്കെ. അല്ല അപ്പോൾ കൂടെ ഉള്ളവരും അതുപോലെ കൗണ്ടർ പറയണം, അല്ലെങ്കിൽ വിട്ടുപോകും. അയാൾ വിടും, അമ്പിളിച്ചേട്ടൻ വിടും. ശരിയാണ്. അദ്ദേഹത്തിന്റെ ഞാൻ ഒരുപാട് പേര് ഇതേ അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ റിഹേഴ്സൽ കാണിക്കുന്ന ഒന്നും ആയിരിക്കില്ല, ഒന്നുമല്ല, ആ ഡയലോഗേ അല്ല. അല്ല ഞാൻ ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഞങ്ങൾ കുറേ പടങ്ങൾ അഭിനയിച്ചത്, വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞ കുറേ പടങ്ങൾ. അപ്പോൾ പുള്ളി കയ്യിൽ നിന്നിടുമ്പോൾ നമുക്കറിയാതെ ചിരി വരും. പക്ഷെ അന്ന് ചിരിക്കാന്ന് പറയില്ല. കാരണം വെച്ചാൽ ഈ ഫിലിമാണ് ഭയങ്കര പൈസയല്ലേ ഫിലിമിന്, ഓർമ്മ അങ്ങനെ എന്തോ ആണ് സംഭവം. അപ്പോൾ അന്ന് ഇത് റീടേക്ക് വരുമ്പോൾ ആർക്കും സഹിക്കില്ല. അപ്പോൾ എല്ലാവരും അത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഒപ്പിച്ച് സീരിയസ് ആയിട്ട് നിൽക്കും. 10 100 ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു സമയത്ത് പ്രകൃതി സിനിമ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സോഷ്യൽ മീഡിയ വിളിക്കുന്ന തരത്തിലുള്ള സിനിമകളുണ്ട്. അപ്പം അഭിനയിക്ക് പോലും വേണ്ട, നാച്ചുറൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്ന ആ രീതിയിലുള്ള സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ചിലത് ഭയങ്കര സക്സസ്ഫുൾ ഓടിയിട്ടുണ്ട്. ഈ ചേട്ടൻ ഇപ്പൊ പുതിയ 2 സിനിമകൾ അഭിനയിച്ച അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ? സിനിമയുടെ ടെക്നിക്കൽ പരമായിട്ടല്ലാതെ അഭിനയത്തിൽ നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് അവർ പറഞ്ഞു തരുമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്താലേ നന്നാവും എന്ന് പറയുമ്പോൾ ആ സംവിധായകൻ ഒരിക്കലും അയാൾ എപ്പോഴും ഒരു കഥാപാത്രം നന്നാവാൻ വേണ്ടിയിട്ട് നോക്കുകയുള്ളൂ. അപ്പോൾ അയാൾ നമ്മളോട് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതേ മൂവ്മെൻറ്റ്, ഇതേ നോട്ടം, ഇതൊക്കെ ആകുമ്പോൾ നമ്മളത് ചെയ്യുക എന്നല്ലാതെ ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ്. അവരാളൊന്ന് നോക്കിയിട്ട് മോണിറ്ററിൽ നോക്കി അല്ലെങ്കിൽ അവർ ഇരുട്ടേക്ക് ചെയ്യിപ്പിക്കും, അത് അവരുടെ കയ്യിൽ തന്നെ. ക്യാപ്റ്റൻ ഡയറക്ടർ തന്നെ. ഈ ഇത്രയും വർഷത്തെ ഒരു കരിയറിനിടയ്ക്ക് തഴയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം അവസരങ്ങൾ ഇല്ലാതാക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകളോ ശരിയാവണമെന്നില്ല അങ്ങനെ തോന്നി ഇല്ല. അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ഒരു കഴിവും ഭാഗ്യവും ഉണ്ടെങ്കിൽ അങ്ങനെ പോവും. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു ജഗദീഷ് ചേട്ടൻ 3-4 വർഷം ഗ്യാപ്പെടുത്ത് ഈ ടി വിയിൽ മാത്രം ഒതുങ്ങി വന്നു അല്ലേ, മറ്റേ കോമഡി ഇതിലൊക്കെ. പിന്നീട് ഇപ്പോഴാണ് അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ കിട്ടുന്നത്. നായകനായിരുന്നു, പിന്നീട് വേഷങ്ങൾ കുറഞ്ഞു, പിന്നെ ഒട്ടും ഇല്ലാണ്ടായി, ഇപ്പോൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അതെല്ലാം ഓരോ നിമിത്തവും ഭാഗ്യമൊക്കെയാണ് അത്. അല്ലാതെ വേറെ ഈ ഒരു കരിയറിൽ ചേട്ടൻ ഹാപ്പിയാണ് 100%? ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സിനിമയില്ലെങ്കിൽ സീരിയലിലേക്ക് പോകും, സീരിയലിലേക്ക് സിനിമ, അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 30-35 വർഷമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ ഭാഗ്യമല്ല അല്ലേ? എൻ്റെ കൂടെ വന്നവർ തന്നെ പലരും ഇല്ല ഇപ്പോൾ സിനിമയിലില്ല. അപ്പോൾ അതൊരു അല്ല, അത് പിന്നെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ഒരു ശല്യം ഉണ്ടാക്കാതിരിക്കുക, ഇതൊക്കെ തന്നെയാണ് സിനിമയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഏത് വർക്കിലായാലും നമ്മൾ അവർ പറയുന്ന ടൈമിൽ പോവുക, അവർ പറയുന്നത് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. ഈ 35 വർഷത്തെ കരിയറിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുമ്പോഴോ സീരിയൽ എന്ന് പറയുമ്പോഴോ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു ഇൻസിഡന്റ് പറഞ്ഞു തരാം. ചിലപ്പോൾ നല്ലതാവാം, മോശമാവാം, അബദ്ധമാവാം. ഇൻസിഡന്റ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടെന്നല്ല. സിനിമകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പിന്നെ പോയിട്ടുണ്ട്, കഥാപാത്രങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു പണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. അതല്ല, ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് നമ്മളൊരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ചേട്ടന്റെ കരിയറിനെ പറ്റി നോക്കാൻ പറഞ്ഞ ചേട്ടന് പെട്ടെന്ന് രസകരമായിട്ട് ഓർമ്മ വരുന്ന ഇൻസിഡന്റ്? അത് ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ മാട്ടുപൊട്ടി വെച്ചാലൊക്കെ അഭിനയിക്കുമ്പോൾ ഫുൾ തമാശയാണല്ലോ ആ സിനിമ. അപ്പം ഞങ്ങളുടെ സെറ്റ് തന്നെ തമാശയാണ്. അതാമ്പിളിച്ചേട്ടനുണ്ടാവും, ഒടുവിൽ ഉണ്ടാവും, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, ജോസ്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് അന്ന് ഒരു മാർത്താണ്ഡം മാർക്കറ്റ്, അവിടെയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ, തിരുവനന്തപുരം അപ്പുറം മാർത്താണ്ഡം എന്ന് പറയും, കന്യാകുമാരി അടുത്ത്. അത് ഒറിജിനൽ മാർക്കറ്റാണ്.
അത് ഒറിജിനൽ ഒറിജിനൽ മാർക്കറ്റ്. എങ്ങനെ ഷൂട്ട് ചെയ്തു അവിടെ? അതവിടെ പെർമിഷൻ മേടിച്ചു. ഇത്ര ആർട്ടിസ്റ്റ് ആൾക്കാർ ഒന്നുമില്ല. അവിടെ തമിഴ്നാടാണെങ്കിലും മലയാളികൾ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഞങ്ങളൊരു 10-20 ദിവസം അവിടെ തന്നെ മാർക്കറ്റ് തന്നെ. ഈ അതിന്റെ ട്രോളുകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണ സാറിന്റെയും അതെ അതെ അമ്പിളിച്ചേട്ടൻ്റെയും അവരുടെയൊക്കെ പ്രഭാകര പ്രഭുവും അതെ അതെ അണ്ടി മുതലാളി എന്ത് രസകരമായിട്ടാണ് ഒരു തിരുവനന്തപുരം ഭാഷ ഒക്കെ സംസാരിക്കുന്നതല്ലേ. അത് രണ്ടുപേരും തിരുവനന്തപുരം നന്നായിട്ട് പറയും ചെയ്യും. ജഗദീഷ് കുമാർ അദ്ദേഹം പിന്നെ ഓൾറെഡി ട്രിവാൻഡ്രമാണ്. മറ്റേ പുള്ളി പഠിച്ചു പറയാന്നുള്ളത്. ഭയങ്കര രസകരമായിട്ടുള്ള എല്ലാവരും ഒരു കുടുംബം പോലെ പെട്ടെന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ പോലെ അകത്ത്. ഏറ്റവും കൂടുതൽ അവർക്ക് കോമ്പിനേഷനിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ ഏതായിരിക്കും? മുകേഷ് ചേട്ടനാണോ? വിജയരാഘവൻ ചേട്ടനുണ്ട്. മുകേഷ് രാജൻ പി ദേവേട്ടൻ്റെ മകനായിട്ടാണ് കുറേ സിനിമയിൽ അഭിനയിച്ചു. ഒരുപാട്. രാജേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അച്ചാമ്മക്കുട്ടിയുടെ അച്ഛൻ നല്ല വേഷം. എന്നെ ഫർഗീസിന്റെ മകനായിട്ട് ആദ്യം ഡയറക്റ്റ് ചെയ്ത പടാ. അതിന് അയാളുടെ മകനായിട്ട് NF-ന്റെ മകനായിട്ട്. അമ്മായിമ്മക്കകത്തും ആദ്യമേ ഇപ്പൊ സുകുമാരി അമ്മയുടെ മകനായിട്ട് നെഗറ്റീവ് ഷെയ്ഡൊക്കെ നമുക്ക് ഫീൽ ചെയ്താൽ പോലും പക്ഷേ നല്ല അവസാനമാകുമ്പോഴത്തേക്കും നല്ല ഒരു നിങ്ങളെ എനിക്കും പേടൻ എന്റെ ഭാര്യ പോസിറ്റീവ് ക്യാരക്ടർ. പോസിറ്റീവ് ക്യാരക്ടറായിട്ട് സിബിയുദന്റെ മിക്ക പടത്തിലും നല്ല വേഷങ്ങളാണ് ചെയ്തത്. നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. ഇപ്പൊ എപ്പോഴെങ്കിലും അവരൊക്കെ വല്ലപ്പോഴൊക്കെ കോണ്ടാക്റ്റിലുണ്ടോ? അല്ല വിളിക്കാറുണ്ട്, കാണാറുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഇപ്പൊ രണ്ടുപേരും മാറിയല്ലോ. അവരുടെ സിനിമകളിലൊക്കെ ഇപ്പൊ സൗഹൃദങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോ വേണമെങ്കിൽ അടുത്ത പടത്തിൽ ഇല്ലടാ അതുകൊണ്ട് ചോദിക്കാനുള്ള അങ്ങനെ ഒരു സൗഹൃദം ഇല്ല. ഉണ്ട് 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 തീർച്ചയായും. അത് ചെയ്യുന്നില്ല. ഞാനല്ല വിളിക്കാറില്ല, അതാണ് അതിന്റെ സത്യം. അത് ഞാൻ ചോദിക്കും, ഇപ്പം അവസരങ്ങൾ ചോദിക്കാത്തത് നല്ല സ്വഭാവമാണ് മോശം സ്വഭാവമാണ്? മോശം സ്വഭാവമാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടും പിന്നെ ചോദിക്കുന്നത് അല്ല, അതാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഈ അവരെന്തിനാ ബുദ്ധിമുട്ടിക്കണേന്ന് വിചാരിച്ചിട്ടാ. അതാണ് അതിന്റെ. ഇത്രയും ടാലന്റ് ഉള്ള ഒരു വ്യക്തി സീരിയൽ മാത്രമായിട്ട് നിൽക്കാതെ അതെ 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 സിനിമയിലും ഒരുപാട് സ്കോപ്പ് ഇപ്പൊ കിടക്കുന്നുണ്ട്. ഉണ്ട്. അത് അഭിനയിക്കാനുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ വേണേൽ ചോദിക്കാം. സിനിമയുടെ യാതൊരു ഫംഗ്ഷൻസിനും ഒന്നും ചേട്ടനെ വരാറില്ല? ഇല്ല. ഞാൻ അങ്ങനെ പൊതുവെ പോയാൽ തന്നെ ഒരു 10 മിനിറ്റ് എൻ്റെ പരിപാടി. ഞാൻ കണ്ടിട്ടേ അതെ 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 പൂജക്കൊക്കെ പോയിട്ടുണ്ട്. ഈ നമ്മളുള്ള സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്, അല്ലാതെ പോയിട്ടില്ല. ചേട്ടാ, നമ്മൾ ഒരുപാട് നേരമായി സംസാരിക്കുന്നു, ഒരുപാട് വിശേഷങ്ങൾ പറയുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങളൂടെ ചോദിച്ചിട്ട്, ഇപ്പം ലാലേട്ടൻ സുരേഷ് ഗോപി അവരുമായിട്ടുള്ള ഒരു സിനിമകളൊക്കെ ഒരുപാട് അത്ര ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഗ്രാൻഡ് മാസ്റ്ററിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും അങ്ങനെ? ആദ്യകാലത്ത് 20 നൂറ്റാണ്ട് പിന്നെ അങ്ങനെ ആ ഒരു കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് ഇല്ല. ഈ പിന്നത്തുള്ള ആ മുകേഷ്, വിജയരാഘവൻ ചേട്ടൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ രാജേട്ടൻ്റെ പ്രസാദ് സാറിൻ്റെ കൂടെ അങ്ങനെ. ഇപ്പോഴും സിനിമ എന്നുള്ള ഒരു സൗഹൃദം അന്നത്തെ സൗഹൃദം ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ആരായിരിക്കും? അല്ല, എല്ലാവരുമായിട്ട് ഞാനിപ്പോൾ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ പുതിയ ആൾക്കാരായാലും എല്ലാവരും അങ്ങനെ തന്നെ. ചേട്ടാ, അപ്പൊ ഇനിയും ഒരുപാട് തിരക്കുകൾ ഇതുപോലെ തന്നെ എല്ലാം വിജയിക്കട്ടെ, തുടർന്നെല്ലാം പൊന്നാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.